തേങ്ങ പതിക്കുന്നത് ഒരു സമയത്ത് ഊട്ടി പോയിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു നല്ല രസം ഉണ്ടാവും കാണാൻ. നല്ല തേങ്ങ പതിക്കാൻ നല്ല പഠിച്ചു. അതാ ഇവിടെ നോക്ക്, തേങ്ങ പതിക്കാൻ നല്ല പഠിച്ചു പറയാം. എത്ര തേങ്ങ പതിച്ചപ്പോ? തേങ്ങക്ക് എന്താ വില അറിയോ? ആ, ഈ ഒരെണ്ണത്തിനുണ്ടാവും 40 റുപ്യ. ഒരു ഷർട്ട് ഇടാനില്ലേ? ഓ, തേങ്ങ പതിക്കാനൊക്കെ എവിടെ നിന്നാ പഠിച്ചേ? തേങ്ങ കമ്പനി ഫസ്റ്റ് തേങ്ങ പതിപ്പിച്ചായിരുന്നു. ഇത്ര തേങ്ങ പതിച്ച് സാധിച്ചുണ്ടായാലും കണ്ണട്ടെ. മതിന്ന് വെറുതെ കേട് വരുത്തണ്ട. അല്ലല്ല, മതി. ഒന്നിന് എത്രയും അത് വില? 40 റുപ്യ. കരിക്കിനേ റോഡ് സൈഡ് മതിന്ന്. തേങ്ങ മൂത്ത് വീണാ നമുക്ക് എടുത്തിട്ട്. ഇത് മൂത്തു, അത് മൂത്തു. ഇതൊക്കെ മതിയടാ, മതിന്ന്. നമുക്കിനി തേങ്ങ വരുമ്പോ കൊണ്ടുപോവാ. ഇവിടെ മൂത്ത തേങ്ങയാണേ. അത് അത് മൂത്തതാണ്. തലയിൽ പണ്ട് വീഴണ്ടത്. അത് പൊതിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അത് പൊതിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നല്ലേ? ഇവിടെ ഇട്ട വീണ് കിടക്കും. നമുക്ക് അടുത്ത ടൈം വരുമ്പോ വലിക്കാം. നിങ്ങൾക്ക് പരാതി പറഞ്ഞ നിങ്ങളേടാന്നോട്ടത് ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരാഴ്ച ഉണ്ടാവുമല്ലോ. ഞങ്ങളെവിടെയൊക്കെ ഒരാഴ്ച വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം, ഉള്ളിൽ പോയി പറഞ്ഞുതരാം. ഇങ്ങനെ വാ, ആടിനെ കളിച്ചല്ലോ. ആദ്യം അല്ലേ ഒരാഴ്ച ഞങ്ങളോട് 10,000 രൂപ. അപ്പൊ നിങ്ങൾക്ക് അത് ലക്ഷാധിപതിയല്ലേ നിങ്ങള്? കൂട്ടമായിട്ട് ഓടുന്നു വേണ്ട. ഇത് എങ്ങനെ വീട്ടിലെത്തിക്കും? നിങ്ങളിങ്ങനെ കാണിച്ചാ പോയിട്ടായിരിക്കും. ഓടില്ല അല്ലേ? അവിടെ നിന്ന് അയച്ചു വിട്ടപ്പോ അങ്ങനെ എന്റെ പിന്നാലെ തന്നെ വന്നു. കുട്ടിയുണ്ടാ? കുഞ്ഞു കുട്ടികളുണ്ടാ? 2-3 പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ആട്ടുംപാല് കിട്ടും. ഒത്തിരി ആട്ടുംപാല് കറങ്ങാൻ കിട്ടും. കറക്കണമെന്നില്ല, ഈറിന്റെ കുട്ടികളല്ലേ, അതുകൊണ്ട് കറക്കണില്ല.
ഈ നെൽക്കതിരൊക്കെ ഇല്ലേ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി. ഈ നാട് വിട്ട് പോയിട്ട് 26-27 വർഷമായി. ഇപ്പോഴാണ് ഞാൻ നെൽക്കതിർ കയ്യിലെടുക്കുന്നത്. കണ്ട, ഇതൊക്കെ കൊയ്യുമ്പോഴൊക്കെ ഞാനൊക്കെ പോയതാണ്. ഞങ്ങളെ പാടത്തിലൊക്കെ കൊയ്യുമ്പോൾ പോയതാണ്. ഇപ്പോഴാണ് ഇത് നെൽക്കതിർ കയ്യിലെടുക്കുന്നത്. ഓക്കെ.